അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ-ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി അള്ളാഹു സൃഷ്ടികളെ ആശ്രയിക്കുന്നു എന്നതിൻ്റെ ജബ്ബാറിനുള്ള തെളിവ് അള്ളാഹു മനുഷ്യനോട് സഹായം തേടുന്നു എന്നാണ്. അള്ളാഹു മനുഷ്യനോട് സഹായം തേടുന്നു എന്ന് പറഞ്ഞതിൻ്റെ പൊരുളെന്താണ്, ഏതർത്ഥത്തിലുള്ള സഹായമാണ്, എന്തിനെ സഹായിക്കണം എന്നാണ് പറഞ്ഞത്. ഇതൊന്നും ജബ്ബാറിന് അന്വേഷിക്കേണ്ട കാര്യമല്ല. ഒരു മനുഷ്യൻ അയാൾ വിഡ്ഢിത്തമേ പറയും, മറ്റൊന്നും പറയാൻ താൻ തയ്യാറല്ല എന്നൊരുത്തൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവനെ തിരുത്താൻ ലോകത്ത് ആർക്കും സാധ്യമല്ല. അതാണ് ജബ്ബാറിൻ്റെ അവസ്ഥ. അള്ളാഹു മനുഷ്യനോട് സഹായം തേടുന്നു. ഏത് കാര്യത്തിൽ? ഇൻ തൻസുറുല്ലാഹ യൻസുർക്കും വയുസബ്ബിത് അഖ്ദാമക്കും. നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുമെങ്കിൽ അവൻ നിങ്ങളെയും സഹായിക്കും, അവൻ നിങ്ങളുടെ പാദങ്ങൾ ഉറപ്പിച്ചു നിർത്തും. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള സംഗതിയാണിത്. ഇവിടെ അള്ളാഹുവിനെ സഹായിക്കുക എന്നതാണ് വാക്കിൽ നേർക്ക് നേരെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണ്? ഒരു വാക്യം, ഒരു വചനം, അത് പറയുമ്പോൾ അതിനൊരു ഉദ്ദേശം ഉണ്ടാവും, പറഞ്ഞ സാഹചര്യം ഉണ്ടാവും. പറഞ്ഞ ആൾ അത് എന്ത് സാഹചര്യത്തിൽ, എന്തിനു വേണ്ടി, എന്തുദ്ദേശത്തോട് കൂടി പറഞ്ഞു എന്ന് പരിശോധിച്ചിട്ട് വേണം അയാളുടെ വാക്യത്തെ, വചനത്തെ വിലയിരുത്താൻ എന്നുള്ളത് ഒരു സാമാന്യ മര്യാദയാണ്. പക്ഷേ യുക്തിവാദികളെ സംബന്ധിച്ച് അങ്ങനത്തെ സാമാന്യ ഒരു മര്യാദ എന്ന് പറയുന്നതില്ല. അവർക്ക് ആകപ്പാടെ വേണ്ടത് തങ്ങൾ യുക്തിവാദികളാണ് എന്ന് തെളിയിക്കാനുള്ളതാണ്. യുക്തിബോധവും യുക്തിഭദ്രതയുമുള്ള ആളുകൾ എന്ന് തെളിയിക്കേണ്ട കാര്യം പോലും അവർക്കില്ല. തങ്ങൾ യുക്തിവാദികളാണ് എന്ന് തെളിയിച്ചാൽ മതി. അതിന് പാകത്തിലാണ് അവർ ഇത്തരത്തിലുള്ള വാദങ്ങളൊക്കെ ഉന്നയിക്കാറുള്ളത്. ഇവിടെ അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണ് എന്നത് വിശുദ്ധ ഖുർആൻ പല ആവർത്തി അർത്ഥസഹിതം പാരായണം ചെയ്ത് ആർക്കും ബോധ്യമാവും. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു, ഭൂമിയിലേക്ക് അയച്ചു. എന്നിട്ട് അവന് രണ്ട് മാർഗം അവൻ്റെ മുമ്പിൽ വെട്ടിത്തുറന്ന് കാണിച്ചു കൊടുത്തു. ഒന്ന് ശരിയുടെ നന്മയുടെ മാർഗമാണ്, ധർമ്മത്തിൻ്റെ മാർഗമാണെങ്കിൽ മറ്റത് അസത്യത്തിൻ്റെ, അധർമ്മത്തിൻ്റെ, തെറ്റിൻ്റെ, ശരികേടിൻ്റെ മാർഗമാണ്. ഈ മാർഗത്തിൽ ഏത് വേണമെങ്കിലും അവന് തിരഞ്ഞെടുക്കാം. ആ തിരഞ്ഞെടുക്കുന്നതിനനുസരിച്ചാണ് അവൻ്റെ ജീവിതം അത് വിജയപ്രദമാകുന്നതും പരാജയപ്പെടുന്നതും എന്നും അള്ളാഹു മനുഷ്യനെ അറിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ മനുഷ്യൻ അള്ളാഹു നൽകിയ തിരഞ്ഞെടുപ്പിനുള്ള ഈ ഒരു തീരുമാനിക്കാനുള്ള ഈ അധികാരം അതുപയോഗിച്ചുകൊണ്ട് ചില മനുഷ്യർ ധർമ്മപാത, സത്യത്തിൻ്റെ പാത തിരഞ്ഞെടുക്കുന്നു. വേറൊരു കൂട്ടർ അധർമ്മത്തിൻ്റെ, അതിക്രമത്തിൻ്റെ പാത തിരഞ്ഞെടുക്കുന്നു. ഈ അധർമ്മത്തിൻ്റെ പാത, അതിക്രമത്തിൻ്റെ പാത തിരഞ്ഞെടുക്കുന്ന ആളുകൾ ധർമ്മപാതയിലൂടെ സഞ്ചരിക്കുന്ന, അതിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന, അത് പ്രബോധനം ചെയ്യുന്ന ആളുകളുടെ നേരെ ശത്രുതാപരമായിട്ടുള്ള സമീപനം കൈക്കൊള്ളുന്നു. അപ്പോൾ ഇവിടെ അള്ളാഹു നൽകിയിട്ടുള്ള ഈ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഈ ധർമ്മം, അതിനാണ് യഥാർത്ഥത്തിൽ ദീൻ എന്ന് അറബിയിൽ പറയുന്നത്, ഖുർആൻ്റെ ഭാഷയിൽ ദീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദീന് വിജയിപ്പിച്ചെടുക്കാൻ പാകത്തിൽ പ്രവാചകന്മാരുടെ, അള്ളാഹുവിൻ്റെ ദൂതന്മാരുടെ പക്ഷത്ത് ചേരാൻ ആര് തയ്യാറുണ്ട്, അവരെ സഹായിക്കാൻ ആര് തയ്യാറുണ്ട് എന്നുള്ളതാണ് ഇവിടെ അള്ളാഹുവിൻ്റെ ചോദ്യം. ഈ ചോദ്യമാണ് ഇൻ തൻസുറുല്ലാഹ യൻസുർക്കും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുമെങ്കിൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും എന്നുള്ളത്. അതായത് അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാരാണ്, അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ള ദീനാണ്, ധർമ്മപാതയാണ്. ആ പാതയെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനെ സഹായിക്കുക എന്നാണ് അതിനർത്ഥം. അപ്പോൾ പിന്നെ അവിടെ വേറൊരു ചോദ്യമുണ്ട്. അള്ളാഹുവിന് ധർമ്മം
അല്ലെങ്കിൽ സത്യം അതെല്ലാം മനുഷ്യൻ്റെ മനസ്സിലുമായിട്ട് കരുപ്പിടിപ്പിച്ചാൽ പോരെ? എന്തിനാണ് ഇങ്ങനെയുള്ളൊരു നിലപാട് അള്ളാഹു സ്വീകരിച്ചിട്ടുള്ളതെന്ന്? ഇവിടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് അവൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവന് പ്രവർത്തന സ്വാതന്ത്ര്യം, തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം എന്നൊരു സംഗതി ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് ഇവിടെ ആദ്യമായിട്ട് തീരുമാനിക്കേണ്ടത്. മനുഷ്യന് വെറുതെ അങ്ങനെ ഈ സാധാരണ വൃക്ഷലതാദികളെപ്പോലെയോ അല്ലെങ്കിൽ മറ്റ് ഇതര ജീവജാലങ്ങളെപ്പോലെയോ ഒക്കെ യാതൊരു ചിന്താഗതിയും ഇല്ലാത്ത അല്ലെങ്കിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാനും ചിന്തിക്കാനും ഒന്നും സാധ്യതയില്ലാത്ത ഒരു ജീവി അല്ലെങ്കിൽ ഒരു സൃഷ്ടി മാത്രമാണോ? അതോ അവന് അള്ളാഹു തന്നെ നൽകിയ പ്രകൃതിയാലുള്ള ചില കഴിവുകളും യോഗ്യതകളും ഒക്കെ ഉണ്ടോ? ഈ യോഗ്യതകൾ അവൻ ഉപയോഗിക്കേണ്ടതുണ്ടോ? ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതെന്തിനു ഉപയോഗിക്കുന്നു? ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്തേണ്ടത്. അപ്പോൾ ഈ വിലയിരുത്തലിൽ മനുഷ്യന് അള്ളാഹു നൽകിയ ഈ സ്വാതന്ത്ര്യവും കഴിവും അത് അവൻ എന്തിനു വിനിയോഗിക്കുന്നു എന്നുള്ളൊരു പരീക്ഷണമാണ് ഇവിടെ ഭൂമിയിൽ അള്ളാഹു മനുഷ്യൻ്റെ കാര്യത്തിൽ നടത്തുന്നത്. അതുകൊണ്ട് അവൻ്റെ മുമ്പിൽ 2 മാർഗം തുറന്നിട്ട് കൊടുത്തുകൊണ്ട് അവനോട് പറഞ്ഞു, നീ ഈ മാർഗത്തിലൂടെ, സത്യത്തിൻ്റെ മാർഗത്തിലൂടെയാണ് നീ മുന്നോട്ട് പോകണമെങ്കിൽ നിനക്ക് വിജയിക്കാം. അത് ഈ ഭൂമിയിലെ ജീവിതത്തിലും വിജയമാണ്, പരലോക ജീവിതത്തിലും വിജയമാണ്. മറിച്ചാണ് നീ പോകുന്നതെങ്കിൽ, ഇതിനെ സഹായിക്കാൻ തയ്യാറില്ല, ഇതിനെ എതിർക്കാനും അതിൻ്റെ ആളുകളെ മർദ്ദിച്ചൊതുക്കാനും ഒക്കെയാണ് നീ തയ്യാറാകണമെങ്കിൽ അത് നിൻ്റെ പരാജയ കാരണമാണ്. നിനക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു മനുഷ്യനെ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പരീക്ഷണത്തിൽ അള്ളാഹു മനുഷ്യനോട് ചോദിക്കുന്നത്, നീ എൻ്റെ പ്രവാചകന്മാരെ, എൻ്റെ ദീനിനെ സഹായിക്കാനും അത് വിജയിപ്പിക്കാനും തയ്യാറുണ്ടോ? അതോ നീ വിരുദ്ധ ചേരിയിലാണോ നിലകൊള്ളുന്നതെന്നാണ്. നീ എൻ്റെ പ്രവാചകന്മാരെ അംഗീകരിക്കുകയും അവരെ സഹായിക്കുകയും ഒക്കെ ചെയ്യുമെങ്കിൽ നിനക്ക് എൻ്റെ സഹായം ഉണ്ടാവും, എൻ്റെ തൃപ്തി നിനക്ക് കിട്ടും, നിനക്ക് വിജയിക്കാം. അല്ലെങ്കിൽ നീ പരാജയപ്പെടുകയുള്ളൂ. ഇതാണ് അള്ളാഹു തീരുമാനിച്ചിട്ടുള്ളതും നിശ്ചയിച്ചിട്ടുള്ളതും മനുഷ്യനെ അറിയിച്ചിട്ടുള്ളതും. അല്ലാതെ അള്ളാഹു ഇവിടെ മനുഷ്യനെ നിർബന്ധപൂർവം ഏതെങ്കിലും ഒരു വഴി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അവനെ നിർബന്ധിച്ച് അങ്ങോട്ട് കൂട്ടിച്ചേർക്കല്ല ചെയ്യണത്. ഈ കാര്യം അള്ളാഹു ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ മുമ്പിൽ ഉള്ള മാർഗം ഒന്നുകിൽ അത് സത്യത്തിൻ്റെ പാത തിരഞ്ഞെടുക്കുകയും അത് സഹായിച്ച് വിജയിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ അതിനെ എതിർത്ത് അസത്യത്തിൻ്റെ പാത വിജയിപ്പിക്കാൻ ശ്രമിക്കാനുള്ളതാണ്. ഇതാണ് അള്ളാഹു നിങ്ങളെന്നെ സഹായിക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് സഹായം തേടി എന്ന് പറയുന്നത്. ഇത് മനുഷ്യൻ്റെ തന്നെ ഗുണത്തിന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചൊരു ഏർപ്പാടെന്നല്ലാതെ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മനുഷ്യൻ ഈ പാത തിരഞ്ഞെടുത്തു, പ്രവാചകന്മാരെ സഹായിച്ചു, ദീന് വിജയിച്ചു കൊണ്ട് അള്ളാഹ്ക്ക് യാതൊരു നേട്ടവുമില്ല. ഇനി മനുഷ്യരെ കൂടി മറിച്ചൊരു മാർഗം സ്വീകരിച്ചാൽ അതുകൊണ്ട് അള്ളാഹുവിന് കോട്ടവുമില്ല. അപ്പോൾ മനുഷ്യൻ്റെ തന്നെ ഗുണോദ്ദേശിച്ചുകൊണ്ട് അവൻ്റെ നന്മയ്ക്ക് വേണ്ടി അള്ളാഹു അവൻ്റെ മുമ്പിൽ സമർപ്പിച്ച ഒരു മാർഗവും ആ മാർഗത്തിന് സഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രചോദനം മാത്രമാണ് ഇവിടെ ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും എന്ന് പറയുന്ന ഈ വാക്യം എന്ന് പറഞ്ഞത്. അള്ളാഹുവിനെ സംബന്ധിച്ച് അവൻ സ്വയം തന്നെ പ്രഖ്യാപിച്ചത് അല്ലാഹു ഹുവൽ ഗനിയ്യു വഅൻതുമുൽ ഫുഖറാ എന്നാണ്. അള്ളാഹു അവൻ ധന്യനാണ്, നിങ്ങളുടെ ആവശ്യം അള്ളാഹ്ക്കില്ല. എന്നാൽ നിങ്ങളോ വഅൻതുമുൽ ഫുഖറാവും, നിങ്ങൾ ദരിദ്രരാണ്. ഫക്കീർ എന്ന് പറഞ്ഞാൽ തന്നെ ആവശ്യക്കാരെന്നാണ്. അപ്പോൾ അൻതുമുൽ ഫുഖറാവു ഇലല്ലാ, നിങ്ങൾ അള്ളാഹുവിന് ആവശ്യമുള്ളവരാണ്, അള്ളാഹ്ക്ക് നിങ്ങൾ ആവശ്യമില്ല. കാരണം അള്ളാഹു നിങ്ങളുണ്ടാണ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതിന് നിങ്ങൾ ഇനി വരുന്ന മുച്ചൂടും നശിച്ചു പോയാലും അള്ളാഹു ഉണ്ടാവും. അപ്പോൾ അള്ളാഹുവിൻ്റെ നിലനിൽപ്പുമായി നിങ്ങളുടെ നിലനിൽപ്പും നിങ്ങളുടെ പ്രവർത്തനങ്ങളും നിങ്ങളുടെ സഹായവും ഒന്നുമായിട്ടൊരു ബന്ധമില്ല. അതേ അവസരം നിങ്ങൾക്ക് നിങ്ങളുടെ നിലനിൽപ്പ്, നിങ്ങളുടെ വിജയം, നിങ്ങളുടെ പരാജയം, ഇതിലൊക്കെ അള്ളാഹു നിങ്ങൾക്ക് ആവശ്യമുണ്ട് താനും. ഇതാണ് അല്ലാഹു ഹുവൽ ഗനിയ്യു വഅൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് എന്ന് പറഞ്ഞാൽ. ഈ കാര്യം ഖുർആൻ ആവർത്തിച്ച് പറയുന്ന ഒരു സംഗതിയാണ്, പല ശൈലിയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാഹു ഹുവൽ ഗനിയ്യ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു മുസ്തഗനിയാണ്, സ്വയം പര്യാപ്തനാണ്, ആരുടെയും ആവശ്യമില്ലാത്തവനാണെന്ന് പറഞ്ഞിട്ടുണ്ട്.
അതിൽപ്പെട്ടൊരു പ്രയോഗമാണ് അല്ലാഹു സ്വമദ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ മനുഷ്യന് ഇത് ആവശ്യമുണ്ടോ അല്ലേ? മനുഷ്യന് വിജയിക്കണമോ വേണ്ടേ? ഇതാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ മുമ്പിലുള്ള പ്രശ്നം. അതിനു വേണ്ടി പ്രയോഗിച്ച ഒരു പ്രയോഗത്തെ, ആ പ്രയോഗത്തിൻ്റെ സാഹചര്യം, അതിൻ്റെ ആശയം ഒന്നും മനസ്സിലാക്കാതെ അള്ളാഹുവിന് സൃഷ്ടികൾ ആവശ്യമുണ്ട്, അവൻ സൃഷ്ടികളെ ആശ്രയിക്കുന്നുണ്ട്. കാരണം അള്ളാഹു സഹായം തേടില്ല എന്നാണ് ഇവിടെ ജബ്ബാറിനെ പോലുള്ള യുക്തിവാദികളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ അവർക്ക് യുക്തിവാദം എന്നല്ലാതെ യുക്തിബോധം എന്ന് പറയുന്ന ഒരു സംഗതിയില്ല. അങ്ങനെ ഒരു ബോധം അവർക്കുണ്ടായിരുന്നെങ്കിൽ ഏത് ഖുർആൻ എന്നല്ല ഏത് ആളുടെയും ഏത് പ്രസ്താവനകളെ സംബന്ധിച്ചും അതിൻ്റെ സാഹചര്യമെന്ത്, അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താണെന്ന് ചിന്തിച്ചിട്ടും മനസ്സിലാക്കിയിട്ടുമാണ് ആളുകൾ പലപ്പോഴും പ്രതികരിക്കാം. മറിച്ചൊരു പ്രതികരണം ആരിൽ നിന്നാണ് പ്രതീക്ഷിക്കുക? ബുദ്ധിശൂന്യരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ദുഷാഢ്യക്കാരായിട്ടുള്ള ആളുകൾ, അതുമല്ലെങ്കിൽ വെറുതെ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളിൽ നിന്നൊക്കെയാണ് മറിച്ചുള്ളവർ കാഴ്ചപ്പാട് അല്ലെങ്കിൽ മറിച്ചുള്ള ഒരു വിശദീകരണമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് വരാറുള്ളത്. അതാണ് ഇവിടെ യഥാർത്ഥത്തിൽ യുക്തിവാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം മനുഷ്യന് അവന് താല്പര്യമുണ്ടോ അല്ലേ, അവന് വിജയിക്കണമോ വേണ്ടേ എന്നുള്ളത് അവൻ തിരഞ്ഞെടുക്കേണ്ടതാണ്. ആ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ വിജയിച്ചാൽ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയും. പക്ഷേ ആ തിരഞ്ഞെടുപ്പിൽ വിജയം വരിക്കാനുള്ളത് എങ്ങനെയാണ്? അത് നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിനെ, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രബോധകന്മാരെ സഹായിച്ചും അവരോട് സഹകരിച്ചും ആ മാർഗത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചും മാത്രമേ നിങ്ങൾക്ക് സാധ്യമാവുള്ളൂ. ഇതാണ് ഇവിടെ വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ അർത്ഥത്തിലുള്ളതല്ലാത്ത ഒരു സഹായം അള്ളാഹു മനുഷ്യരോട് നിന്നുള്ളതല്ല, മലക്കുകളോടോ ജിന്നിനോടോ അങ്ങനെ ഒന്നിനോടും അള്ളാഹു ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഇവരുടെ ഒക്കെ സഹായം മാത്രമല്ല അവരുടെയൊക്കെ നിലനിൽപ്പ് പോലും അള്ളാഹുവിനെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത് എന്നത് വളരെ വ്യക്തമായി ഖുർആൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ധിക്കാരികളായ ആളുകളെ നശിപ്പിക്കണം എന്ന് അള്ളാഹു ഉദ്ദേശിച്ചാൽ അതിൽ നിന്ന് അള്ളാഹിനെ തടയാൻ പോകുന്ന യാതൊരു ശക്തിയും ഇവിടില്ല എന്നുള്ളതും വളരെ വ്യക്തമാണ്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് തന്നെയാണ് മുസ്ലിങ്ങളെന്ന് മാത്രമല്ല ദൈവവിശ്വാസികൾ മൊത്തം തന്നെ ഇങ്ങനെ അത് മനസ്സിലാക്കുള്ളൂ. ദൈവനിഷേധികളായ യുക്തിബോധമില്ലാത്ത യുക്തിവാദികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മാത്രമേ മറ്റൊരു കാഴ്ചപ്പാട് അവതരിപ്പിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. ആ ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ ജബ്ബാർ ഈ സൂറത്ത് ഇഖ്ലാസിൽ അല്ലാഹു സ്വമദ് എന്ന ഈ ആയത്ത് ഓതിക്കൊണ്ട് സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ജബ്ബാറിൻ്റെ ഈ സ്ഥാപിക്കാൻ ശ്രമം അയാൾ പരാജയപ്പെടുള്ളൂ. അയാളെപ്പോലെ ഉള്ള ബുദ്ധിശൂന്യരായിട്ടുള്ള ചില ആളുകൾ അത് അംഗീകരിക്കും എന്നത് മാറ്റി നിർത്തിയാൽ ലോകത്ത് ബുദ്ധിയും വിവേകവും ഉള്ള യുക്തിബോധമുള്ള ഒരാളെയും ഇത് അംഗീകരിക്കാൻ കിട്ടില്ല എന്നതാണ്. അപ്പം എന്തെങ്കിലും പറയണ്ടേ എന്നുള്ളവർക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നത് മാത്രമേ ജബ്ബാറിൻ്റെ കാര്യത്തിൽ എന്ന് മാത്രമല്ല ഇങ്ങനെയുള്ള ആളുകളുടെ കാര്യത്തിലൊക്കെ മനസ്സിലാക്കേണ്ടതുള്ളൂ. അല്ലാതെ ഇവർ പറയുന്നതിന് യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നതാണ് വസ്തുത.